ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നാഗേന്ദ്രനും മകനും കൂടി ഇരുന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം നാഗേന്ദ്രൻ പറയുകയാണ്, അപ്പോൾ നിശ്ചയം വരെ എത്തി കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഇനി ഒന്നും കൊണ്ട് പേടിക്കാനില്ലല്ലോ മോളെ. അപ്പം അനന്തമൂർത്തി നമ്മുടെ വലയിൽ വീണ് കഴിഞ്ഞു. ഏതായാലും അനിയെക്കൊണ്ട് ഉപകാരങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവനിപ്പോൾ മൂർത്തീസ് കമ്പനിയുടെ MD തന്നെയാണ്. ഒരു കാര്യം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൂർത്തീസ് കമ്പനി ഓരോ പടിയും മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അബിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അങ്ങോട്ട് തോന്നുകയാണ്. കാരണം അനിയെക്കുറിച്ചാണല്ലോ ഈ പുകഴ്ത്തി പറയുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് അബിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം വീണ്ടും നമ്മുടെ നാഗേന്ദ്രൻ പറയാണ്, അതുകൊണ്ട് തന്നെ അനന്തമൂർത്തി കമ്പനീസിൻ്റെ MD ആയിട്ട് അനി എപ്പോൾ കയറിയോ അവർക്ക് ഉയർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവൻ അനന്തമൂർത്തീസ് കമ്പനിയുടെ ഒരു ഭാഗ്യം തന്നെയാണ്. അവനെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കമ്പനിക്കും വിജയം തന്നെ ഉണ്ടാകും എന്നിങ്ങനെ അനിയെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തുമ്പോഴും ഈ അഭിയുടെ മുഖഭാവം അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുക. അപ്പോൾ അവന്തിക പറയാണ്, അച്ഛാ എന്നാലും എനിക്കൊരു ടെൻഷൻ ഉണ്ട്. ഇപ്പോഴും അനിയേട്ടൻ ഈ നന്ദുവിൻ്റെ പിന്നാലെ തന്നെയാണോ എന്ന്. പക്ഷേ അങ്ങനെ വല്ലതും ആണെങ്കിൽ പിന്നീട് എനിക്കൊന്നും ചിന്തിക്കാനായിട്ട് കഴിയില്ല. ആ നന്ദു ആ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ അവിടെ ജീവനോടെ കാണില്ല. അങ്ങനെ എന്നെ തകർത്തുകൊണ്ട് അവൾ ആ വീട്ടിലേക്ക് കയറി വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അച്ഛാ എന്നൊക്കെ പറയാം. മോളെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവിടെ മൂർത്തീസിൻ്റെ ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം പോലെ തന്നെ നടക്കുള്ളൂ. അല്ലാതെ അതിനപ്പുറമൊന്നും ആർക്കും പോകാനായിട്ട് കഴിയില്ല. ഇനി അഥവാ നന്ദുവിന് അങ്ങനെ ഒരു ഏർപ്പാടുണ്ടെങ്കിൽ അവൾ ഏത് പോലീസുകാരിയാണെങ്കിലും അവളെ ഞാൻ തകർക്കും. പിന്നെ വേറൊരു കാര്യം കൂടി ചിന്തിക്കണം. ഇന്റർനാഷണൽ ലെവലിലോട്ട് എത്തിയിരിക്കുന്ന ആ ഒരു കോമ്പറ്റീഷൻ വരികയാണ്. ആ കോമ്പറ്റീഷനിൽ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് നോക്കണം. അവളില്ലേ ആ നയനയും ഒരുപാട് കളക്ഷനെല്ലാം ഇറക്കിയിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഭിയാണെങ്കിൽ എന്നാലും മാളവികയുടെയും ഡിസൈനൊക്കെ അടിപൊളിയാണല്ലോ അച്ഛാ. എന്നിട്ട് എന്തായടാ ഈ പ്രാവശ്യം നമ്മളല്ലേ തോറ്റ് തുന്നമ്പാടി പോയത് അച്ഛാ. അത് ചെറിയൊരു മിസ്റ്റേക്ക് അല്ലേ സംഭവിച്ചത്. ഈ മൂർത്തീസുകാരെ പങ്കെടുക്കൂലെന്നല്ല നമ്മളെ വിചാരിച്ചത്. പക്ഷെ എല്ലാവരെയും തകർത്തുകൊണ്ടല്ലേ അനിയെന്ന് പറഞ്ഞവൻ കയറി വന്നത്. അതിപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അരിശവും ദേഷ്യമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. അതിൽ കഴിഞ്ഞപ്പോഴേക്ക് ഇനി മേല അങ്ങനെ ഒരു ഇത് ഉണ്ടാകാനായിട്ട് പാടില്ല. ഈ പ്രാവശ്യം നമ്മൾ തന്നെ കോമ്പറ്റീഷനിൽ വിജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് ഉറപ്പായിട്ട് നമ്മൾ വിജയിക്കും എന്നും പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അപ്പം അനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ, അങ്ങോട്ടും ഇങ്ങോട്ട് പരക്കമായി നടക്കുക. കാരണം അനി പറയുന്ന ഒരു കാര്യവും അവർ അന്വേഷിക്കുന്നുമില്ല, അനിയുടെ ഇഷ്ടം ചോദിക്കുന്നുമില്ല, ഒന്നുമില്ല. അങ്ങോട്ട് കല്യാണ നിശ്ചയം നടത്താമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെ ആലോചിച്ചാണ് നമ്മുടെ അനി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അപ്പോൾ അതേ അവന്തിക വരുന്നു. അപ്പോൾ അവന്തിക വന്നിട്ട് അനിയേട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താ അനിയേട്ടനൊരു ടെൻഷൻ? നീ എന്തിനടിപ്പം ഇങ്ങോട്ട് വന്നത്? നീ ഒരു അക്ഷരം പോലും മിണ്ടി പോകരുത്. നീയാണ് എൻ്റെ സ്വസ്ഥത മുഴുവനും നശിപ്പിച്ചത്. നീ ഒറ്റ ഒരുത്തി പറഞ്ഞപ്പോഴേക്കും അനിയേട്ടാ എന്തിനാ അനിയേട്ടാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിന് മാത്രം തെറ്റ് ഞാൻ എന്ത് ചെയ്തു? നീ എന്ത് തെറ്റ് ചെയ്തെന്നോ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ എനിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ല എന്ന്. പിന്നെ എന്തിനാ നീ വീണ്ടും ഈ കല്യാണത്തിനോട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ മുന്നിലൊക്കെ പറഞ്ഞത് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്? അനിയേട്ടനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് ഇത്ര വലിയ തെറ്റാണോ? എനിക്കങ്ങനെ തോന്നുന്നില്ല അനിയേട്ടാ. അനിയേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് അനിയേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. നീയേ ആള് ശരിയല്ല. കാരണം എന്താണെന്നറിയാവോ? എൻ്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ടെന്ന് നീ എപ്പോഴും പറയുന്നുണ്ട്. എടി അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഇഷ്ടമില്ല, അയാൾ വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ വിട്ടു പോകണമായിരുന്നു. പക്ഷെ നീ അങ്ങനെയാണോ നിന്നിരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഓഹോ അപ്പോൾ അനിയേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും അവളാണല്ലേ ആ നന്ദു. ഇപ്പം ഇല്ലെന്ന് പറഞ്ഞാലും നീ അത് സമ്മതിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ തന്നെ വിചാരിച്ചോ. പക്ഷേ എൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നീ വീണ്ടും ഈ ബന്ധത്തിൽ തൂങ്ങിക്കടിച്ച് നിൽക്കാതെ ആ ബന്ധം ഉപേക്ഷിച്ച് പോണം. അതാണ് നല്ല പെണ്ണിൻ്റെ ലക്ഷണം. അല്ലാതെ അവനെ തന്നെ കെട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്നിങ്ങനെ പറയാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവന്തികയ്ക്ക് കലിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദേവയാനി വരികയാണ്. എന്താ ഇവിടെ ഒരു തർക്കം എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മായി ഇത് കണ്ടോ അനിയേട്ടൻ പറയുന്നത്?
ഞാൻ കാരണമാണ് അനിയേട്ടൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടായത്, ഞാനൊരു സ്വസ്ഥത കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് എന്നോട് പറയുന്നത്, എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും എടാ നീ എന്താണ് നിനക്ക് പറ്റിയത്, നീ എന്തിനാണ് മോളോട് ദേഷ്യപ്പെടുന്നത്? ദേ അമ്മായി ഒരു കാര്യം ആലോചിക്കണം, എനിക്ക് ഈ കല്യാണത്തിനോട് യാതൊരു താല്പര്യമില്ല എന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാ, എന്നിട്ട് പോലും ഇവൾ എൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. എടാ നിന്റെ പിന്നാലെ അല്ലാതെ അവൾ ആരുടെ പിന്നാലെ നടക്കുന്നത്? അതെ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഓപ്പണായിട്ട് പറഞ്ഞു, അത് ഇത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ മോനെ നീ എത്ര കൊമ്പ് കളിച്ചാലും ഇവിടെ മുത്തശ്ശനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ആ തീരുമാനത്തിനനുസരിച്ചേ നടക്കുള്ളൂ, മനസ്സിലായല്ലോ? നീ ഇനി ഇത് മുടക്കാനൊന്നും നീ ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. ഓഹോ അപ്പൊ എൻ്റെ തീരുമാനത്തിന് ഒരു വിലയില്ലല്ലേ, എൻ്റെ ആഗ്രഹത്തിനൊരു വിലയില്ലല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ദേ ഇവിടെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മകനും മരുമകളും ഈ വീടിന് പുറത്താണ്, എന്നിട്ട് പോലും ഞാനൊരു എതിർപ്പും കാണിക്കാതെ ഇവിടെ നിൽക്കുന്നത് അച്ഛന് വേണ്ടിയാണ്. ഈ കുടുംബത്തിൻ്റെ ആ ഒരു പാരമ്പര്യം ഇല്ലാതായി പോകും എന്നുള്ളൊരു പേടി കൊണ്ടാണ്, മനസ്സിലായോ? ഇന്നേ വരെ അച്ഛനെ അനുസരിച്ച് ജീവിച്ചിട്ടേ ഉള്ളൂ ഇവിടെ ആൾക്കാർ മുഴുവനും. അതേപോലെ തന്നെ ആയിരിക്കും അനി നിന്റെ കാര്യത്തിലും, നീ അതേപോലെ തന്നെ നടക്കുക തന്നെ ചെയ്യണം, അല്ലാതെ അതിലൊരു മാറ്റവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങളുടെ നിശ്ചയം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞായറാഴ്ച നടക്കുക തന്നെ ചെയ്യും. ഇത് കേട്ട് അവന്തികയാണെങ്കിൽ അമ്മായി ഇപ്പം ഇങ്ങനെ പറഞ്ഞല്ലോ, ഇനി ഉടനെ അനിയേട്ടൻ എന്ത് ചെയ്യുമെന്നറിയാവോ? നേരെ അനാമികയുടെ അടുത്തേക്ക് ചെല്ലും, അതിനുശേഷം അനാമികയോട് പറയൂ ഞങ്ങൾ രണ്ടുപേരുടെ നിശ്ചയം നടക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ വന്നു കഴിയാൻ നേരത്ത് അവൾ ഈ നിശ്ചയം മുടക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുമല്ലോ. ഇത് കേട്ട എനിക്ക് കലി വന്നിട്ട് എടീ നീയാ അഭിയുടെ അനിയത്തിയല്ലേ, നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുള്ളൂ. അമ്മായി ഇവള് ശരിയല്ല, ഇവളുടെ വായിൽ നിന്നിപ്പോൾ വന്ന വർത്തമാനം കേട്ടില്ലേ? എടാ അത് അവളുടെ പേടി കൊണ്ടല്ല അങ്ങനെയൊക്കെ പറഞ്ഞത്, നീ പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴോ? അമ്മായി ഇതുവരെ ഡിവോഴ്സ് ഒന്നും നടന്നിട്ടില്ല, പിന്നെ എന്തിനാ അമ്മായി ഇതൊക്കെ എന്ന് ചോദിച്ചപ്പോഴേക്കും നവീൻ നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ടല്ലോ. നവീൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിശ്ചയം നടത്തിക്കോ, അതിപ്പോൾ ആരും അറിയാനൊന്നും പോകുന്നില്ല എന്നൊക്കെയാണ് നവീൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ നിശ്ചയം അങ്ങോട്ട് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നീ ഇതിൽ എതിരഭിപ്രായം ഒന്നും പറയേണ്ട കാര്യമില്ല നീ എന്നും പറഞ്ഞുകൊണ്ട് മോളെ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടും കൂടെ പോവുകയാണ്. അനിക്കാണെങ്കിലും വന്ന ദേഷ്യം പറഞ്ഞറിയിക്കാൻ പാടത്ത ദേഷ്യമാണ്. അങ്ങനെ അനി രണ്ടും കൽപ്പിച്ച നേരെ ആദർശിൻ്റെയും എൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ആദർശ് ഇങ്ങനെ എന്തോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്ക് സമാധാനമായല്ലോ എന്നും ചോദിച്ചുകൊണ്ട് അനി വരുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശ് അവിടെ നിന്ന് ചാടി എണീക്കണം. എന്താടാ നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഈ നിശ്ചയത്തിന് ആദർശേട്ടനും നയനേട്ടത്തിയൊക്കെ നല്ല സപ്പോർട്ടാണല്ലേ, എൻ്റെ ഇഷ്ടം പോലും ചോദിക്കാതെയാണ് ഈ നിശ്ചയം നടത്താനായിട്ട് മുത്തശ്ശൻ തീരുമാനിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാ എൻ്റെ ഇഷ്ടങ്ങൾ ആരും ചോദിക്കാത്തത്? എനിക്കും എൻ്റെതായ ഇഷ്ടങ്ങളില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ എടാ മുത്തശ്ശനെ ധിക്കരിച്ചുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോടാ? എടാ അവന്തികയെ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് അവൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, അവൾ നല്ല കുട്ടിയല്ലേ. നല്ല കുട്ടിയോ? എനിക്ക് തോന്നുന്നില്ല അവൾ നല്ല കുട്ടിയാണെന്ന്. അവൾ ആ പഴയ സ്വഭാവം തന്നെയാണ്, അവളെ പക്ക ഫ്രോഡാണ്, പക്ക ഫ്രോഡ്. ഇത് കേട്ട നയനയാണെങ്കിൽ പാവപ്പെട്ട ഒരു നല്ല കുട്ടിയെ കുറിച്ച് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ നിൽക്കരുത് നീ. നിനക്ക് ഈ കല്യാണത്തോട് ഇഷ്ടമില്ലെങ്കിലും പോലും അവളെന്തിനാ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത്? ഏട്ടത്തി ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. നിങ്ങളെല്ലാവരും കൂടി എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവള് നേരത്തെ ഭയങ്കര അഹങ്കാരിയായിരുന്നില്ലേ? അവളുടെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ ഒരു കല്യാണത്തിൽ നിന്ന് അവൾക്ക് പിന്മാറാനായിട്ട് കഴിയില്ല. അപ്പോൾ അവളുടെ മനസ്സ് എത്രയ്ക്കും അധപതിച്ച മനസ്സായിരിക്കണം. ഒന്ന് ചിന്തിച്ച് നോക്കിയേട്ടത്തി. അത് പിന്നെ എടാ നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടിട്ടാണ്. അതുമാത്രമല്ല ആ വീട്ടിൽ നിന്ന് പോകാനായിട്ട് ആ കുട്ടിക്ക് തീരെ താല്പര്യമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്. പിന്നെ എന്ത് താല്പര്യമില്ലായ്മ, ഇതൊക്കെ അവളെ തനി ഫ്രോഡാണ്. അബിയുടെ അനിയത്തിയല്ലേ, അവർക്കൊക്കെ സ്വത്തുക്കളോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ആ വീട്ടിൽ എന്നെയും കല്യാണം കഴിച്ച് അവിടെ നിന്ന് കഴിയണമെങ്കിൽ സ്വത്തുക്കൾ മുഴുവനും പിടിച്ചെടുക്കാമല്ലോ. മുത്തശ്ശൻ്റെ ഒരു വീക്ക്നെസ് ഉണ്ട്, സ്നേഹം, ആത്മാർത്ഥത, വിശ്വസ്തത, ഇതിനെല്ലാത്തിലും വീഴുക തന്നെ ചെയ്യും നമ്മുടെ മുത്തശ്ശൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അതിലാണ് പിടിച്ചു നിൽക്കുന്നത്. അവൾ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നു, വിശ്വസ്തത പുലർത്തുന്നു, ആത്മാർത്ഥത പുലർത്തുന്നു. അങ്ങനെയൊക്കെ കാണിച്ചു വരുമ്പോൾ അവൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ. ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. ധ്യാനി നീ വേറെ കാര്യങ്ങളൊന്നും പറയണ്ട, പിന്നെ നീ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ അവൾ പക്ക ഫ്രോഡാണെന്ന്. എടാ ആദ്യം നിന്നേട്ടല്ലല്ലോ കല്യാണം നിശ്ചയിച്ചത്, ആയിരുന്നോ? നിശ്ചയിച്ചത് ഈ നവീനായിട്ടല്ലേ. അങ്ങനെ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ലെന്ന് നവീനോട് പറയണമായിരുന്നു.
നീ എന്ത് പറഞ്ഞ് സമ്മതിപ്പിച്ചില്ല? ഓ, ഞാൻ അവനോട് പറഞ്ഞതാണ്, പക്ഷെ അവന് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അത് തന്നെയാണ്, അത് അവന്തികയുടെ കുറ്റമല്ലല്ലോ. അവന്തിക്ക് ആ നവീനെ കല്യാണം കഴിക്കാൻ റെഡി ആയിരുന്നല്ലോ. പക്ഷേ അതും കൂടി മുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടിയുടെ മനസ്സ് ആകെ തളർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ നീ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയിട്ടും ഒരു കാര്യമില്ല മോനെ. ഈ നിശ്ചയം നടത്തുമെന്ന് മുത്തശ്ശൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ നിശ്ചയം നടത്തിയിരിക്കും. ഇന്നേ വരെ മുത്തശ്ശൻ്റെ വാക്ക് ധിക്കരിച്ച് ഇവിടെ ആരും പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. ഓ, സമ്മതിച്ചു. നിങ്ങളെല്ലാവരും കൂടെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആദ്യം ഒരു കല്യാണം കഴിച്ചു, അവളായിട്ട് ഒത്തുപോകാനായിട്ട് കഴിയില്ലായിരുന്നു. എന്നിട്ടോ അത് തകർന്ന് തരിപ്പണമായില്ലേ? ഇനി ഇവളെയും കല്യാണം കഴിക്കാം. പക്ഷെ ഞാൻ പറയാണ്, ഇവളായിട്ട് ഒത്തുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലാസ്റ്റ് ഇത് ഡിവോഴ്സിൽ തന്നെ കലാശിക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അനി അവിടുന്ന് പോവാണ്. അപ്പോൾ അനി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ആദർശേട്ടാ, ഇതെന്താ ആദർശേട്ടാ ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആർക്കറിയാം ഇവരെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആർക്കറിയാം ഇവൻ്റെ മനസ്സിൽ ഇപ്പം എന്താന്ന് പോലും ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെയാണ് അവിടെ അങ്ങനെ ചിന്തിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. അപ്പോൾ നന്ദു ആണെങ്കിൽ അതിലേറെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അനിയുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ അനിയുടെ കോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും എടുക്കണോ വേണ്ടേന്ന് ആദ്യം ആലോചിച്ചിട്ട് പിന്നെ എടുക്കുകയാണ്. എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും, എന്താണ് സംസാരത്തിലൊരു ഗൗരവം? എന്താ വിളിച്ചതെന്ന് പറ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ പിന്നെ നന്ദു, എനിക്ക് നിന്നെ കാണണം. എന്തിനിപ്പോൾ കാണുന്നത്? അല്ല, എനിക്ക് നിന്നെ കാണുമെന്ന് തോന്നി. പറ്റില്ല. അതെന്താ പറ്റായിക? അത് പിന്നെ ഞാൻ വീട്ടിലാണ്. നീ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നേ അവരോട്. അതിനുശേഷം നീ എന്നെ ഒന്ന് കാണാനായിട്ട് വാ. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. നന്ദു, നീ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ എന്നെ കാണാൻ വന്നില്ലെങ്കിലേ ഞാൻ നേരെ വീട്ടിലേക്ക് വരും. ദേ, ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എൻ്റെ വീട്ടിലേക്ക് എന്നെ കാണാൻ വന്നു കഴിഞ്ഞാൽ അനിയെ സ്വീകരിക്കുന്നത് അത് വേറെ ആരും ആയിരിക്കില്ല, എൻ്റെ അച്ഛനമ്മ തന്നെയായിരിക്കും. നന്ദു, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കാനായിട്ട് കഴിയുള്ളൂ. പറഞ്ഞു മനസ്സിലായല്ലോ? ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ ആ ഫോൺ കട്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നു. ഇതെന്താ നന്ദു ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കുക. എങ്ങനെയെങ്കിലും അനിയുടെ നിന്നും എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാനാണ് നമ്മുടെ നന്ദു ആലോചിക്കുന്നത്. കാരണം അവന്തികയുടെയും അനിയുടെയും കല്യാണ നിശ്ചയം നടത്താമെന്നാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ ഒരു ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. ഇത്രയും മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. അതുപോലെ തന്നെ നന്ദുവിനും ഭയങ്കര സങ്കടം തോന്നി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അപ്പം നയനയ്ക്ക് കുറേ ഡിസൈനുകളെല്ലാം നമ്മുടെ മുത്തശ്ശൻ ഇട്ടിട്ട് കൊടുക്കുക. മുത്തശ്ശൻ്റെ ഡിസൈനുകളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പം മുത്തശ്ശൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ അയച്ച ഡിസൈനുകളെല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ദേ എന്തൊക്കെയായാലും മോളെ ഉറക്കൊഴിഞ്ഞുള്ള ഒരു പരിപാടിയും വേണ്ട. ആദ്യം മോളുടെ ആരോഗ്യം നോക്കിയാൽ മതി, അതിനുശേഷം മതി ഡിസൈനും ബിസിനസ്സൊക്കെ, കേട്ടോ? എൻ്റെ മുത്തശ്ശി, ഞാൻ അങ്ങനെ ഉറക്കൊഴിഞ്ഞൊന്നും ജോലി ചെയ്യുന്നില്ലെന്നേ. മുത്തശ്ശനൊരു കാര്യം പറഞ്ഞല്ലേ, അപ്പം ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. നമ്മൾ ഈ കോമ്പറ്റീഷനിൽ ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അത് തീർച്ചയായിട്ടും അങ്ങനത്തെ ഉന്നെ ഉണ്ടാകും മുത്തശ്ശ, നമ്മൾ തോൽക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ സന്തോഷത്തോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവിടെ ഫോൺ വെക്കുകയാണ്. പിന്നീട് മാളവികയോട് ഈ ഡേവിഡ് വന്ന് സംസാരിക്കുകയാണ്. മാളവികയെ ഡിസൈനുകളെല്ലാം കറക്റ്റായിട്ടെല്ലാം ചെയ്യുന്നുണ്ടോ? അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് സാറേ, അതിലൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഈ പ്രാവശ്യം നമ്മൾ തന്നെ വേണം കൊണ്ടുപോകാനായിട്ട്. എന്നിട്ട് എന്താ സാറേ, സാറിന് മുകളിലോട്ട് വല്ലവരും ഉണ്ടോ കാണിച്ചു കൊടുക്കാനായിട്ടൊക്കെ? എൻ്റെ മുകളിലായിട്ട് ആരുമില്ല. എനിക്ക് കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല, അത് നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, എല്ലാ ഡിസൈനുകളും അടിപൊളി ആയിരിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അത് ഞാൻ ഡബിൾ ഓക്കെ സാറേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശനെ കാണിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക, നിശ്ചയം നടത്തണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ദേവയാനി നേരെ ഈ ജാനകിയുടെ അടുത്തേക്ക് പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവന് എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും അവന്തിക്ക് മോളെ സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണ് തയ്യാറായിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നന്ദുവിനെയാണ് അവൻ സ്നേഹിക്കുന്നതെങ്കിൽ നന്ദുവിനെ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അതിന് എൻ്റെ ജാനകി അവനങ്ങനെ പറഞ്ഞില്ലല്ലോ. പിന്നെ അവന്തികയെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാലും അവനെ നമ്മൾക്ക് കുറ്റം പറയാനായിട്ട് പറ്റില്ല. വീട്ടിൽ ചെറുതിലെ മുതലേ കാണുന്നതല്ലേ, അപ്പോൾ ഒരു പെങ്ങളെ പോലെയാണ് കണ്ടിരിക്കുന്നത്.
അപ്പോൾ പിന്നെ പെട്ടെന്ന് അവൻ്റെ ജീവിതത്തിലേക്ക് അവന്തിക്ക് ഭാര്യയായിട്ട് വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് സഹിക്കാനായിട്ട് പറ്റില്ല. അത്രേ അവൻ പ്രതികരിച്ചുള്ളൂ. അത്രയും മാത്രം മതി. ഇനിയിപ്പോൾ അച്ഛൻ തീരുമാനിക്കുന്നത് പോലെയല്ലേ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അനി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഈ നവ്യ വരിക. അപ്പോൾ നവ്യ ഇവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പാവം അവൻ്റെ മനസ്സിൽ മുഴുവനും നന്ദുമായിരിക്കും. ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് അനി തിരിഞ്ഞു നോക്കുക, നവ്യയെ കാണുക. അപ്പോൾ നവ്യയെ കണ്ടെങ്കിലും ഒരക്ഷരം പോലും മിണ്ടാതെ അനി പോകാൻ പോകുന്ന തിടുക്കത്തിലാണ്. ആ സമയത്ത് നവ്യ പിടിച്ചു നിർത്തുകയാണ്. എന്താണ്, നിന്റെ മനസ്സിൽ മുഴുവനും നന്ദുമായിരിക്കും. നിങ്ങളോട് ഞാൻ സംസാരിക്കാനൊന്നും വന്നില്ലല്ലോ, ഞാൻ എൻ്റെ പാട്ടിന് പോകാൻ പോയതല്ലേ, നിങ്ങളെന്തിനാ എന്നെ പിടിച്ചു നിർത്തിയത് ചോദിച്ചപ്പോഴേക്കും നിന്റെ കല്യാണ നിശ്ചയമൊക്കെ നടത്താനായിട്ട് പോവുകയാണല്ലോ, അത് നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നന്ദു ഒരിക്കലും ഈ വീട്ടിലേക്ക് വരാനായിട്ട് പാടില്ല, അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങളെല്ലാവരും കൂടി നടത്തട്ടെ, ഈ നിശ്ചയം നടത്തണോ വേണ്ടേന്നൊക്കെ ഞാനും കൂടി ഒന്ന് തീരുമാനിക്കും. നീ എന്ത് തീരുമാനിക്കാനടാ? ഇവിടെ മുത്തശ്ശൻ എന്ത് തീരുമാനിക്കുന്നോ അതേപോലെ നടക്കുള്ളൂ. ഈ നിശ്ചയം നടക്കുമെന്ന് പറഞ്ഞാൽ നടന്നിരിക്കും എന്ന് നവ്യയും പറയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.